നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്നറിയാം വേൾഡ് എയ്ഡ്സ് ഡേ ആണ്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം ചർച്ചനായി നമ്മോടൊപ്പമുള്ളത് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ഡോക്ടർ അഞ്ജനയാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. മാഡം, സാധാരണ നമുക്കറിയാം വേൾഡ് എയ്ഡ്സ് ഡേ ആണ്. പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്, ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മുടെ കേരളത്തിൽ എത്രത്തോളം എയ്ഡ്സ് ബാധിതരുടെ ഒരു നല്ലൊരു കണക്ക് നമുക്ക് ഇപ്പോഴും ലഭ്യമാണ്. യഥാർത്ഥത്തിൽ പലപ്പോഴും നമുക്കറിയാം എയ്ഡ്സ് എന്ന് പറയുന്നൊരു അല്ലെങ്കിൽ HIV പോസിറ്റീവ് പറയുന്ന ആൾക്കാർ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല. നമുക്ക് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ പോയി കാണുമ്പോഴോ ഞാൻ HIV ബാധിതനാണ് എന്ന് ഒരു പ്രശ്നം കൂടാതെ പറയത്തക്ക തരത്തിലേക്ക് ഇന്ന് സമൂഹം മാറിക്കഴിഞ്ഞു. ഇപ്പോഴും നമുക്കൊരു നല്ല സ്ഥിര വിവര കണക്കുകൾ നമുക്ക് ലഭ്യമാണ്. ഉണ്ട്, തീർച്ചയായിട്ടും. ഇന്ന് ലോകമാകമാനമുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 3.5 കോടി ജനങ്ങളാണ് HIV അണുബാധിതരായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ കണക്കെടുക്കുമ്പോൾ നിലവിൽ 25,090 പേരാണ് HIV അണുബാധിതരായിട്ടുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന കണക്ക്. അതിൽ തന്നെ നമുക്ക് ഇന്ന് ഏകദേശം 18,000-ഓളം ആളുകൾ നമ്മളുടെ ചികിത്സാ കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്റ്റർ ചെയ്തതിൽ ഏകദേശം 9,326 പേർക്കാണ് ചികിത്സ ആവശ്യമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഇത്തവണ വേൾഡ് എയ്ഡ്സ് ഡേയോടനുബന്ധിച്ച് എന്തൊക്കെയാണ് ഒരു WHO മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തവണത്തെ? നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ഗൈഡ് ലൈൻ പ്രകാരം ഇന്ന് പുതിയ HIV അണുബാധയുടെ കണ്ടെത്തലുകൾ വളരെയധികം കുറവായിട്ടാണ് കാണുന്നത്. ഏകദേശം 33% ലോകമാകമാനമുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 33%-ഓളം HIV അണുബാധയുടെ ആ ഒരു നിരക്ക് കുറയ്ക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്തൊക്കെ പ്രോഗ്രാമുകളാണ് യഥാർത്ഥത്തിൽ ഈ വേൾഡ് എയ്ഡ്സ് ഡേയോടനുബന്ധിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത്? അതുപോലെ തന്നെ ഈ വരുന്ന മാസങ്ങളിൽ പുതുതായിട്ട് എന്തെങ്കിലും സംരംഭങ്ങളിൽ സാധ്യതയുണ്ട്? ഇപ്പം നിലവിൽ നമ്മൾ ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ജില്ലകളിൽ വളരെ സജീവമായിട്ട് തന്നെയാണ് HIV പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ ഇടയിലേക്ക് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ എല്ലാ ജില്ലകളിലും ജില്ലാതലത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ HIV അണുബാധിതരെയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ജില്ലാതല ഉദ്ഘാടനം, അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ കലാജാഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള അവബോധ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒട്ടനവധി HIV അണുബാധിതർക്ക് മുഖ്യ പങ്കാളിത്തം കൊടുത്തുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ഈ HIV അണുബാധിതരുടെ തോത് കുറഞ്ഞു വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ ജോലിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ HIV അണുബാധിതരുടെ എണ്ണം, അതായത് പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം നമുക്ക് എത്രത്തോളം കുറച്ചു വരാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ കുടിയേറ്റ തൊഴിലാളികളുടെ ഒരു എണ്ണം നമ്മുടെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അവരുടെ HIV അണുബാധിതരുടെ എണ്ണം കാണപ്പെടുന്നുമുണ്ട്. ഇവിടെ എത്തിപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ തന്നെ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതുപോലെ തന്നെ പരിശോധനാ സംവിധാനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചവർ ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് അവിടേക്ക് അവരെ റെഫർ ചെയ്ത് അവരുടെ സംസ്ഥാനങ്ങളിൽ തന്നെ ഈ ചികിത്സ തുടർന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിധിവരെ നമുക്ക് ആ ആളുകളെ നമ്മളുടെ ഒരു സംവിധാനത്തിൽ തുടർച്ചയായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും നമുക്കൊരു ഹൈ റിസ്ക് ഗ്രൂപ്പ്, അല്ലെങ്കിൽ കേരളത്തിൽ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന HIV വരാൻ സാധ്യത ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ കീഴിൽ നമ്മൾ HIV പിടിപെടാൻ സാധ്യതയുള്ള വിഭാഗം എന്ന് കരുതപ്പെടുന്ന കുറച്ച് വിഭാഗങ്ങളുണ്ട്. ഒന്ന് സ്വവർഗരതിക്കാർ, അതുപോലെ തന്നെ ലൈംഗിക തൊഴിലാളികൾ, അതുപോലെ തന്നെ ട്രക്ക് ഡ്രൈവേഴ്സ്, അങ്ങനെ കുറച്ച് ആളുകൾ, മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ആളുകൾ, ഇവരെയൊക്കെ നമ്മൾ HIV പിടിപെടാൻ സാധ്യതയുള്ള ഒരു വിഭാഗമായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവരുടെ ഇടയിലേക്ക് വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ കീഴിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. തീർച്ചയായിട്ടും മാഡം, നമുക്കിപ്പോൾ ഒരു HIV അണുബാധിതനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു പ്രാവശ്യം HIV പോസിറ്റീവ് ആണ് എന്ന്, അല്ലെങ്കിൽ HIV അണുബാധിതനാണ് എന്ന് പറയുന്ന ഒരു സമയം എന്ന് പറയുന്നത് പലപ്പോഴും ഏതൊരാളിനെ പോലെയും തന്നെ വളരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമം തോന്നുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് HIV അണുബാധിതനാണ് എന്ന് സമൂഹത്തോട് പറയാനുള്ള ബുദ്ധിമുട്ട്,
അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ അവരെ ഒരു മുഖ്യധാര അല്ലെങ്കിൽ അവരുടെ ജീവിതം മറ്റുള്ള സാധാരണ ജനങ്ങളോടൊപ്പം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ളത്? നിലവിൽ ചികിത്സയും അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ HIV അണുബാധിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി സഹകരണങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും ഭാഗത്തു നിന്ന് നൽകി വരുന്നുണ്ട് നിലവിൽ. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയാവുന്ന കാര്യം ചികിത്സ, ആൻറ്റിറിട്രോവൈറൽ ചികിത്സ സൗജന്യമായിട്ട് തന്നെയാണ് കണ്ടുപിടിക്കപ്പെടുന്ന ആളുകൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ചികിത്സയിൽ ഒരു കൃത്യത കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ സഹായത്തോടു കൂടി ചികിത്സയിലിരിക്കുന്ന HIV അണുബാധിതർക്ക് പ്രതിമാസം 520 രൂപ ധനസഹായമായിട്ട് നൽകി വരുന്നുണ്ട്. ഇപ്പോഴത് 1000 രൂപയാക്കി ഉയർത്തിയ ഒരു തീരുമാനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഇവർക്ക് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഒരു തരത്തിലുമുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. കാരണം എല്ലാ സംവിധാനങ്ങളും ഈ HIV അണുബാധിതർക്ക് നൽകുകയാണെങ്കിൽ സാധാരണ ആളുകളെ പോലെ തന്നെ ഇവർക്ക് സമൂഹത്തിൽ ഒരുപാട് നാൾ ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ വേൾഡ് എയ്ഡ്സ് ഡേയുടെ ഒരു സ്ലോഗൻ തന്നെ ഇതാണ്, ലക്ഷ്യത്തിലേക്ക് മുന്നേറാം. അതായത് പുതിയ HIV അണുബാധയില്ലാതെ, വിവേചനമില്ലാത്ത, എയ്ഡ്സ് മരണങ്ങളില്ലാത്ത ഒരു നല്ല നാളേക്ക് എന്നുള്ളൊരു സ്ലോഗൻ വെച്ചിട്ടാണ് എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ പോലും മുന്നോട്ട് വന്ന് അവർക്കൊരു സേവനം ലഭ്യമാകാതെ മരണത്തിലേക്ക് പോകാനൊരു സാഹചര്യം ഇന്ന് സമൂഹത്തിലുണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും നമുക്കൊരു HIV അണുബാധിതൻ അല്ലെങ്കിൽ ആവാമെന്ന് സംശയം തോന്നുന്ന ഒരാൾ, അതായത് എനിക്ക് HIV ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എനിക്കൊരു HIV ടെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്ന ഒരാൾക്ക് എന്താണ് പ്രാഥമികമായിട്ട് ചെയ്യാനുള്ളത്? നമുക്കപ്പോൾ അറിയാം ഒരുപാട് ലാബുകളിൽ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട സംവിധാനങ്ങൾ നമുക്ക് ലഭ്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ലാബിൽ ചെന്നിട്ട് എനിക്കൊരു HIV ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതിയാമോ? അതല്ല സർക്കാർ സംവിധാനങ്ങളിൽ നമുക്ക് രഹസ്യമായിട്ട് തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇത്തരം ടെസ്റ്റുകൾ ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർ എവിടെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഏതൊരു വ്യക്തിക്കും HIV ഉണ്ട് എന്നുള്ളൊരു സംശയം അവരുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ സ്വമേധയാ മുന്നോട്ട് വന്ന് സർക്കാർ തലത്തിൽ തന്നെ HIV പരിശോധിക്കാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് സൗജന്യമായിട്ട്. അത് എല്ലാ ജില്ലാ, താലൂക്ക് മെഡിക്കൽ കോളേജുകളിലും ഉള്ള ജ്യോതിസ് കേന്ദ്രത്തിലാണ് ഈ പരിശോധന സൗജന്യമായിട്ട് ചെയ്യുന്നത്. അവിടെ ചെന്ന് സ്വമേധയാ പോയി പരിശോധന നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരിശോധിക്കുന്ന ആളുകളുടെ ഒരു വിവരവും പുറത്തു പോകാണ്ട് വളരെ രഹസ്യമാക്കി വെച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ HIV പരിശോധന നടത്തി റിസൾട്ട് കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ പലരും ചോദിക്കും HIV പോസിറ്റീവ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് ചികിത്സയൊന്നും ഇല്ല എന്നൊരു വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എനിക്ക് HIV ഉണ്ടാവാനുള്ള സാധ്യത ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അസുഖം തന്നെ ഉണ്ടായിരിക്കാം. പക്ഷേ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഞാൻ HIV ആണ് ബാധിതനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളിലേക്ക് അപ്പുറത്തേക്ക് ഇവർ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സയില്ല എന്ന് ധരിക്കുന്ന ഒരു വളരെ ഭൂരിപക്ഷം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലാണോ യഥാർത്ഥത്തിൽ? അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം ഊന്നൽ കൊടുക്കുന്നതും ഈ ഒരു കാര്യത്തിന് വേണ്ടി. നേരത്തെ തന്നെ പരിശോധിക്കുക, HIV ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചികിത്സയിലേക്ക് എത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സമൂഹത്തിൽ HIV ബാധിതരായിട്ട് ജീവിക്കുന്ന ആളുകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹത്തിലുള്ള പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിലായാലും മറ്റ് സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കുന്ന മേഖലയിലായാലും തങ്ങളുടെ അവസ്ഥ തുറന്നു പറയുമ്പോൾ എത്രത്തോളം അവരെ അംഗീകരിക്കുന്നു എന്നുള്ളതിലാണ് അവിടെ ഒരു പ്രാധാന്യമുള്ളത്. തുറന്നു പറഞ്ഞ് ചികിത്സ അവർക്ക് ആവശ്യമാകുന്ന സമയത്ത് ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും HIV ബാധിതരായിട്ടുള്ള ആളുകൾ മുഖ്യധാരയിലേക്ക് വരികയും കൃത്യസമയത്ത് തന്നെ അവർക്ക് അവരുടെ ചികിത്സയിലേക്ക് എത്താനും സാധിക്കും. നമുക്കറിയാം ഈ HIV കാര്യം എടുക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്തവരുടെ കാര്യം പറയാറുണ്ട്, പ്രായപൂർത്തി ആയവരുടെ കാര്യം പറയുന്നുണ്ട്. അതൊരു കുട്ടികളുടെ ഇടയിൽ അല്ലെ പ്രായപൂർത്തിയാകാത്ത ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന HIV അണുബാധിത എത്രത്തോളം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇന്ന് നമ്മുടെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 20.88 ലക്ഷം ആളുകളാണ് HIV അണുബാധിതരായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏകദേശം 83% ആളുകൾ എന്ന് പറയുന്നത് 15നും 49 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളാണ്. അതിൽ 33% സ്ത്രീകളും 7% കുട്ടികളുമാണ്. അപ്പം ഈ ഒരു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ആ ഒരു കൗമാരപ്രായക്കാരുടെ ഇടയിൽ HIV അണുബാധ പിടിപെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി കണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരം കുട്ടികളുടെ ഇടയിൽ, കൗമാരപ്രായക്കാരുടെ ഇടയിൽ HIV പ്രതിരോധിക്കുന്ന
പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും കേരള സംസ്ഥാന എയ്ഡ്സ് എന്ന സൊസൈറ്റി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഉദാഹരണം, കോളേജുകളിൽ നമ്മൾ റെഡ് റിബൺ ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിലൂടെ യുവാക്കളുടെയും ഇടയിലുള്ള HIV പ്രതിരോധം എങ്ങനെ നമുക്ക് ശക്തമാക്കാം, സന്നദ്ധ രക്തദാനം എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം, അങ്ങനെ ഒട്ടനവധി പദ്ധതികളിലൂടെ നമ്മൾ HIV യുവാക്കളുടെ ഇടയിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് നമ്മുടെ HIV അണുബാധിതർക്കോ അല്ലെങ്കിൽ HIV പ്രതിരോധത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പുതിയ പ്ലാനുകളായിരിക്കും തയ്യാറായി വരുന്നത്? ഇപ്പം നിലവിൽ കേരള സർക്കാർ HIV അണുബാധിതർക്ക് വേണ്ടി ഒട്ടനവധി പുതിയ പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചികിത്സ എടുക്കുന്നവർക്കുള്ള ധനസഹായം, അതോടൊപ്പം തന്നെ HIV അണുബാധിതരായിട്ടുള്ള എല്ലാ ആളുകളെയും BPL പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ളൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ സർക്കാർ ഉത്തരവും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ HIV ആയി കണ്ടെത്തുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി വരുന്ന ആവശ്യാനുസരണമുള്ള പരിശോധനകളെല്ലാം തന്നെ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമാക്കി കൊടുക്കുവാനുള്ളൊരു സർക്കാർ ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചികിത്സയിലെത്തുന്ന ആളുകൾക്ക് വേണ്ടുന്നുള്ള പോഷകാഹാരം ജില്ലാ പഞ്ചായത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലൂടെ എല്ലാ ജില്ലയിലുമുള്ള ജില്ലാ പഞ്ചായത്തുകൾ വഴി HIV അണുബാധിതർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഈ HIV അണുബാധിതനാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ വീട്ടിലേക്കായിരിക്കും പോവുക, അല്ലെങ്കിൽ ഒരു ഓഫീസ് തലത്തിലേക്ക് പോവുക. പലപ്പോഴും ഇവരെ ഒരു തുടക്ക ചികിത്സയ്ക്കായിട്ട് അവരെ കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക? പലപ്പോഴും ഇത് HIV അണുബാധിതനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഉൾവലിയാവുന്ന ഒരു ശീലം ഒരു പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാകും. അപ്പോൾ അത്തരം വരുന്ന സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ചെയ്തു വരുന്നത്? നമുക്ക് ഈ പറഞ്ഞ പരിശോധനാ കേന്ദ്രങ്ങളിൽ തന്നെ നല്ല വിദഗ്ധരായിട്ടുള്ള കൗൺസിലേഴ്സിനെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് HIV പോസിറ്റീവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ വരുന്ന ഏതെങ്കിലും ഒരു പാർട്ട്ണർക്കോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം ആരാണോ ഈ വരുന്ന വ്യക്തിയുടെ അനുഭവത്തോടു കൂടി അവരുടെ HIV അവസ്ഥ തുറന്നു പറയാൻ സമ്മതം പറയുന്ന ആളുകളോട് നമ്മൾ കൗൺസിലറുടെ സഹായത്തോടുകൂടി അത് തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇവരെ തിരിച്ച് ഉഷസ് കേന്ദ്രത്തിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാലും അവിടെയും വിദഗ്ധരായിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ ഒരു കൗൺസിലിങ്ങിൻ്റെ സഹായത്തോടു കൂടി ഇവർക്കൊരു ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ ഒരു കെയർ ടേക്കറിനെ നമ്മൾ കൂടെ നിർത്തി മാത്രമേ രജിസ്ട്രേഷന് അവരെ ചെയ്യിക്കാറുള്ളൂ. കാരണം ഇവർക്കൊരു കുടുംബത്തിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആരെങ്കിലും കുടുംബത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ രീതിയിലൊരു സംവിധാനമാണ് ഇന്ന് ഉഷസ് കേന്ദ്രം വഴി നമ്മൾ നടപ്പിലാക്കി വരുന്നത്. തീർച്ചയായിട്ടും ഒരാളുടെ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് അവരുടെ കുടുംബത്തിൽ ഒരാൾ കൂടി ഒന്നുകിൽ പങ്കാളിയായിരിക്കണം, അല്ലെങ്കിൽ ഇവരെ ആരാണോ സംരക്ഷിക്കുന്നത് ആ സംരക്ഷകന്റെ ഒരു സഹായവും കൂടി എടുക്കാം. തീർച്ചയായിട്ടും മാം, ഒരു HIV അണുബാധിതനായിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. സാർ, നമ്മൾ HIV അണുബാധിതനാണ് എന്ന് അറിഞ്ഞ നിമിഷം എന്തായിരിക്കാം സാറിൻ്റെ ഒരു മാനസികമായിട്ട് തോന്നിയിട്ട്? പലപ്പോഴും പ്രേക്ഷകർക്ക് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, ഒരു HIV അണുബാധിതനായി എന്ന് അറിയുന്നൊരു നിമിഷം നമ്മുടെ മാനസികമായിട്ട് എത്രത്തോളം അത് ബുദ്ധിമുട്ടിക്കുന്നതാണ്? ഞാൻ ഇത് അറിയുന്ന സമയത്ത് ഞാനൊരു TI പ്രോജക്റ്റിലെ സ്റ്റാഫായിരുന്നു. തീർച്ചയായിട്ടും TI പ്രോജക്റ്റിലെ സ്റ്റാഫാണ്. എനിക്ക് ഇതിനെക്കുറിച്ചെല്ലാം അറിയാം, അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടെല്ലാം. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അവർക്ക് ഞങ്ങൾ ക്ലാസ് ഇങ്ങനെ ഓട്ടോ ഡ്രൈവേഴ്സിന് അവർക്കൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ക്ലാസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാനൊരു വ്യക്തിയെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഒരു ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് തന്നെ അറിയുന്നത്. തീർച്ചയായിട്ടും അപ്പോഴത്തേക്കും എനിക്ക് അതായത് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്ക് ആദ്യം കൂടുതൽ മാനസികമായൊരു വിഷമം ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു HIV അണുബാധിതനാണ് എന്ന് അറിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി അല്ലെ ഭാര്യയെ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെ അച്ഛനെ അമ്മയെ അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ സമൂഹത്തിനെ കൺവിൻസ് ചെയ്യിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു? തീർച്ചയായിട്ടും അത് നമുക്കറിയാം. നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഒരു HIV അണുബാധിതനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് പറഞ്ഞ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യപ്പെട്ടു? ഞാൻ അറിയുന്ന സമയത്ത് പിന്നെ ഞാനൊരു ബാച്ചിലറാണ്. തീർച്ചയായിട്ടും ഞാൻ ഇതുവരെയും, അതായത് ഞാനിപ്പോ അറിഞ്ഞിട്ട് 13 വർഷം കഴിഞ്ഞു. തീർച്ചയായിട്ടും 13 വർഷം കഴിഞ്ഞു. ഞാൻ ഇതുവരെയും എന്റെ വീട്ടുകാർക്കൊന്നും അറിയത്തില്ല. പിന്നെ എന്റെ ഈ ഫീൽഡിലുള്ളവർക്ക് മാത്രം അറിയാം എന്നെ കുറിച്ചിട്ട്. എന്റെ വീട്ടുകാർ ഇതുവരെ ഞാൻ വീട്ടുകാരോട് പറയാനും എന്റെ വീടെന്ന് വെച്ചാൽ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. തീർച്ചയായിട്ടും. അപ്പം അവര് എത്രത്തോളവും അത് ഉൾക്കൊള്ളുമെന്നുള്ള ഒരു ഭയമുണ്ട് എനിക്ക്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ HIV അണുബാധിതനാണെന്ന് അറിഞ്ഞതിന് ശേഷം എങ്ങനെയായിരുന്നു അത്? കഴിഞ്ഞതിന് ശേഷം ജീവിതത്തെ എത്രത്തോളം അത് നേരിട്ടു?
അതായത് ഞാൻ അറിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഞാൻ ഇത് അറിഞ്ഞ പിന്നെ ഇതുപോലൊരു നമുക്ക് ഒരു സംഘടന ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഈ സംഘടനയിൽ ഞാൻ പോവുകയും അവർ അവിടെ നന്നായിട്ട് നല്ല ഒരു കൗൺസിലിംഗ് എനിക്ക് നന്നായിട്ട്, അതായത് നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ ഉള്ള ഒരു കൗൺസിലർ, പുള്ളി നല്ല രീതിയിൽ എനിക്ക് കൗൺസിലിംഗ് തന്നു. അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന TI പ്രോജക്റ്റിൽ തന്നെ ഇതുപോലെ അന്ന് പോസിറ്റീവ് സ്പീക്കറായിട്ട് ഒരു വ്യക്തി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അവരുടെയൊക്കെ ഉപദേശങ്ങളോ എല്ലാം എനിക്ക് കിട്ടിയപ്പോഴത്തേക്കും ഇതുപോലെ പ്രവർത്തിക്കാം, എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെയുള്ള ഒരു അറിവായി. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പലപ്പോഴും ആൾക്കാർ നമ്മുടെ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും, ഒരു HIV അണുബാധിതനായി കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങൾ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ യഥാർത്ഥത്തിലുണ്ടോ? അതായത് നമ്മൾ അറിഞ്ഞതിന് ശേഷം അതായത് എന്റെ ഇതിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ അറിയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോഴത്തേക്കും നേരത്തെ അറിയുവാണെങ്കിൽ തന്നെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ നോക്കാൻ പറ്റും. നമ്മുടെ CD4 കൗണ്ട് നല്ല രീതിയിൽ നോക്കാൻ പറ്റും. അപ്പം അങ്ങനെ നേരത്തെ അറിഞ്ഞത് കൊണ്ട് എനിക്ക് എന്റെ ഇപ്പൊ ഞാൻ മെഡിസിൻ 13 വർഷമായിട്ടും ഞാൻ മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല. എനിക്ക് CD4 900 അങ്ങനെ ഞാൻ ജീവിച്ചു വരിക. തീർച്ചയായിട്ടും പ്രോഗ്രാം പങ്കെടുത്തതിന്. അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ, കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ അഞ്ജന ഇപ്പം നമ്മുടെ ഒപ്പം ഉണ്ട്. സാറിനോട് മാഡത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ആ കോള് കട്ടായെന്ന് തോന്നുന്നു. സാർ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുത്തതിന് നന്ദി. മാഡം, ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇപ്പോൾ HIV അണുബാധിതനാണെങ്കിൽ കൂടിയും മുഖ്യധാരയിലേക്ക് എത്തുകയും മറ്റുള്ള HIV അണുബാധിതർക്ക് ഒരു സപ്പോർട്ടായിട്ടും നിലനിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമ്മളെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന HIV അണുബാധിതരോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന HIV അണുബാധിതരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സമൂഹം തിരിച്ചറിയപ്പെടും, പിന്നെ ഒറ്റപ്പെടലിൻ്റെ ഒരു കാലമായിരിക്കും എന്നുള്ള തോന്നലാണ്. ഇപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞു. സ്വമേധയാ മുന്നോട്ട് വന്ന് മുഖ്യധാരയിലേക്ക് എത്തി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഒരു തടസ്സമൊന്നുമില്ല. അത്രത്തോളമുള്ള ഒരു അവഗണനയും വിവേചനവും ഇന്ന് HIV അണുബാധിതരോട് സമൂഹത്തിനില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രവർത്തനങ്ങളുടെ ഒരു ഫലം എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കുന്നത്. നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ എത്രയും നേരത്തെ കണ്ടെത്തുക, അത് കണ്ടെത്തി പോസിറ്റീവ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സാ സംവിധാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. കാരണം ഇന്ന് HIV പിടിപെട്ട് കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്നത് വളരെ വിദൂരതയിലാണ്, ഒരിക്കലും മരണത്തിലേക്ക് വളരെ വേഗം എത്തിപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇന്ന് നമുക്ക് നിലവിലുള്ളപ്പോൾ ഒരാൾ പോലും മുന്നോട്ട് വരാതിരിക്കരുത്. ഇന്ന് നിലവിലുള്ള സൗജന്യ സേവനങ്ങൾ ലഭ്യമാക്കാതിരിക്കരുത്. ഒരു ജീവിതം നമ്മൾ തന്നെയാണ് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കും. തീർച്ചയായിട്ടും. മാഡം, സാധാരണ HIV അണുബാധിത ഗർഭിണികളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗർഭിണി ആയിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ HIV അണുബാധിതനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത് കുട്ടിയിലേക്ക് പകരാനുള്ള സാധ്യത എത്രത്തോളം? ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ 3ാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു ചികിത്സാ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗർഭിണികളായിട്ടുള്ള ആളുകൾക്ക് HIV പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആൻറ്റിറിട്രോവൈറൽ ചികിത്സ പ്രസവ സമയം വരെ, അതായത് കുട്ടിയെ പ്രസവിക്കുന്ന ആ സമയം മാത്രമേ ആ ചികിത്സ നമ്മൾ നൽകിയിരുന്നുള്ളൂ. തുടർന്ന് കുട്ടിക്ക് ആൻറ്റിറിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ്, ഓറൽ ഡ്രോപ്സ് നമ്മൾ നൽകി വന്നിരുന്നു. ഇപ്പോൾ ആ ചികിത്സാ സംവിധാനത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. എല്ലാ ഗർഭിണികളും HIV ടെസ്റ്റ് പരിശോധിക്കുകയും അതിൽ HIV ഉണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ അറിയുന്ന സമയം മുതൽ തന്നെ ഇവർ ആൻറ്റിറിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടതാണ്. ആ തുടങ്ങുന്ന ചികിത്സ പ്രസവത്തിന് ശേഷവും ഇവർ ലൈഫ് ലോങ് ഈ ഒരു ചികിത്സ, ജീവിതാവസാനം വരെയും ഈ ആൻറ്റിറിട്രോവൈറൽ ചികിത്സ തുടർച്ചയായിട്ട് എടുക്കേണ്ടതുണ്ട്. മുൻപത്തെ ഒരു ചികിത്സാ രീതിയിൽ പ്രസവത്തോടുകൂടി അമ്മ ചികിത്സ അവസാനിപ്പിക്കുകയും കുട്ടിക്ക് ഓറൽ മരുന്ന് കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പം ആ ഒരു ചികിത്സാ സംവിധാനം മാറിയിട്ട് തുടർച്ചയായിട്ടുള്ള ഒരു ചികിത്സ അമ്മ നിർബന്ധമായിട്ടും എടുക്കണമെന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ക്ഷയരോഗമുള്ള എല്ലാ ആളുകളും HIV പരിശോധിക്കുകയും HIV ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരും ആ സമയത്ത് ആൻറ്റിറിട്രോവൈറൽ ചികിത്സ തുടങ്ങണമെന്നുള്ളൊരു ഗൈഡ് ലൈനിലാണ് മാറ്റം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മാഡത്തിൻ്റെ തിരക്കേറിയ സമയം കൈരളി പീപ്പിളിനോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വേൾഡ് എയ്ഡ്സ് ഡേയെ കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34.